അഭിലാഷ്, അതുപോലെ വലിയൊരു തിരക്കുള്ള പോളിംഗ് ബൂത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. എടച്ചേരിയിലെ നരിക്കുന്ന സ്കൂളിലാണ്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ മനസ്സിലാകും എത്രത്തോളം വലിയ ക്യൂ ആണ് ഇവിടെ ഉള്ളതെന്ന്. ഇതിപ്പോൾ മാത്രം രൂപപ്പെട്ട ഒരു ക്യൂ അല്ല, രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും. പക്ഷേ പോളിംഗിൽ അതൊരു കാര്യമായ ഒരു ഘടകമായി വരുന്നില്ല എന്നതാണ്. കാരണം മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റാർ മണ്ഡലമായ വടകരയിൽ പോളിംഗ് കുറഞ്ഞു തന്നെ നിൽക്കുകയാണ്. 49.75 ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്ക് പ്രകാരം വടകര മണ്ഡലത്തിൻ്റെ പോളിംഗ്. അതിനും വടകര നിയമസഭാ മണ്ഡലത്തിൽ 48.02, കുറ്റ്യാടിയിൽ 45.69, നാദാപുരം 44.05, കൊയിലാണ്ടിയിൽ 46.27, പേരാമ്പ്രയിൽ 46.78 എന്നിങ്ങനെയൊക്കെയാണ് പൊതുകണക്ക്. കണ്ണൂർ ജില്ലയിൽ പെടുന്ന മണ്ഡലങ്ങളിലാണ് പോളിംഗ് കൂടി നിൽക്കുന്നത് എന്നതാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും ക്യൂ നീണ്ടു തന്നെ നിൽക്കുന്നുണ്ട്. ഒട്ടുമിക്ക ബൂത്തുകളിലെയും പ്രശ്നം ഇതുതന്നെയാണ്. പോളിംഗ് മന്ദഗതിയിലാണ്, കുറേ സമയം വേണ്ടി വരുന്നു വോട്ട് ചെയ്യാൻ എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ കെ രമ MLA പറഞ്ഞതും അത് തന്നെയാണ്. നമ്മൾ പ്രതികരണം എടുത്തത് നല്ലാച്ചേരി അവിടെ ഉണ്ട്. അവർക്ക് വളരെ പെട്ടെന്ന് വോട്ട് ചെയ്ത് മടങ്ങാനുള്ള തടസ്സം എന്താണ്? അങ്ങനെ രമ ആരോപിക്കുന്നത് പോലെ ആളുകൾ ക്യൂവിൽ നിൽക്കുകയും വോട്ടിംഗ് പതുക്കെ ആവുകയും ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? വോട്ട് ചെയ്താ അഭിലാഷ്, അതായത് ഈ വോട്ട് ചെയ്യുന്നതിന്, ഒരാൾക്ക് തന്നെ വോട്ട് ചെയ്യുന്നതിന് കൂടുതൽ സമയം വേണ്ടി വരുന്നു എന്നതാണ്. കുറേ സമയം എടുക്കുന്നു. അപ്പോൾ മറ്റുള്ളവർ വരിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമ്മൾ വോട്ട് ചെയ്യാൻ വന്ന ആളുകളോടൊക്കെ ചോദിക്കാം, കുറേ സമയമായി വന്നിട്ട്? കുറച്ച് സമയമായി വന്നിട്ട്. എത്ര നേരമായി? ഒരു മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളോ? എന്തെങ്കിലും കാലതാമസം വല്ലതും ചോദിച്ചോ? കുറേ നേരം ചോദിച്ചേ? ഇല്ല, കുറച്ച് വോട്ടിന് വന്നാൽ കുറച്ച് സമയം എടുക്കൂലേ, അസാധാരണയല്ലേ, അതിന് തിരക്കാക്കിയിട്ട് കാര്യമില്ല. എത്ര സമയമായി? കുറച്ച് സമയമായിട്ടുള്ളൂ. ഞാനും അങ്ങനെ തന്നെ ഒന്നിച്ച് വന്നതാ. ചേച്ചി, നിങ്ങളൊക്കെ വന്നിട്ട് കുറേ നേരമായോ? എത്ര സമയമായി? 1.5 മണിക്കൂറായി. 1.5 മണിക്കൂറല്ലേ? 1.5 മണിക്കൂറായി ക്യൂ നിൽക്കുന്നു. 1.5 മണിക്കൂർ വന്ന് ഇവിടെ നിൽക്കുന്നു. ഭയങ്കര തിരക്കന്നെ, സ്ലോ ആയിട്ടാ പോകുന്നത്. നല്ല തിരക്ക് കാണുന്നുണ്ട്, പക്ഷെ മണ്ഡലത്തിന്റെ പോളിംഗിൽ അത് വരുന്നില്ല. അതെ അതെ, സ്ലോ ആയതുകൊണ്ടാണ്. സ്ലോ ആയിട്ടല്ലേ ഉള്ളത്, പെട്ടെന്ന് കഴിയുന്നില്ല. ബൂത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നില്ല പെട്ടെന്നൊന്നും ആള്, അതുകൊണ്ടായിരിക്കാം. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഒരു കൗതുകം. ക്രമീകരണത്തിലെ പിഴവാണെങ്കിൽ അത് ഇത്രയും മണിക്കൂർ, കാരണം 1 മണിക്കൂറൊക്കെ ഒരു പക്ഷേ സഹിക്കാം. അല്ല, എനിക്ക് തോന്നുന്നു ചിലപ്പോ ചലഞ്ച് വോട്ടുകൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? സത്യം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും വ്യക്തമല്ല. പക്ഷേ വടകരയിലെ വോട്ടർമാരുടെ ഒരു സ്പിരിറ്റ്, വോട്ടൊക്കെ ചെയ്യാൻ വന്നാൽ കുറച്ചുപേരൊക്കെ നിൽക്കട്ടെ എന്നുള്ളതാണ്. എന്റെ കുട്ടി, നിനക്ക് എങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? ഞങ്ങൾ കുറച്ചേരം നിന്ന് എന്താ പ്രശ്നം? രാഹുൽ എന്തായാലും ക്ഷമയോടുകൂടി നിൽക്കുകയാണ് അവരല്ലേ? ഓക്കെ, എന്തായാലും സംസ്ഥാനത്ത് 52% പോളിംഗ് എത്തിയിരിക്കുന്നു.